ഹലോ ഗായ്സ്. അപ്പോൾ കുറച്ച് ദിവസത്തെ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് മാസത്തിൻ്റെ ബ്രേക്കിന് ശേഷം എഗെയിൻ ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് കോയമ്പത്തൂരിലോട്ടാണ് കേട്ടോ. അപ്പോൾ എന്തിനാണെന്നല്ലേ, എൻ്റെ മാരേജാണ് ഗായ്സ്. അപ്പോൾ എൻ്റെ മാരേജിന് പുടവ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അമ്മ, ചേച്ചി, അനിയത്തി, ഏട്ടൻ, റിജു എല്ലാവരും ഉണ്ട്. എൻ്റെ വീട് പ്രോപ്പർ പാലക്കാടല്ല, പാലക്കാട് തൃശ്ശൂർ ബോർഡറായിട്ടാണ് വരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് കോയമ്പത്തൂർക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ. കോയമ്പത്തൂർ നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് ശ്രീദേവി ടെക്സ്റ്റൈൽ, ക്രോസ് കട്ട് റോഡ്, ഗാന്ധിപുരമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കോയമ്പത്തൂർ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. പോകുന്ന വഴിയെല്ലാം കാണാൻ ഒരു നാട്ടിൻപുറം പോലെ തന്നെ, നമ്മുടെ പാലക്കാട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മലയും കുന്നും ഒക്കെ ഉള്ള ഒരു വില്ലേജ് സൈഡിലൂടെയുള്ള ഒരു റോഡിലൂടെയുള്ള ഒരു ട്രാവലായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ഇറങ്ങാൻ വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര വിശപ്പുള്ളത് കൊണ്ടും നമ്മൾ ആദ്യം തന്നെ നോക്കിയത് നല്ലൊരു റെസ്റ്റോറൻ്റാണ്. അങ്ങനെ ഫൈനലി നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മീൽസും അതുപോലെ തന്നെ ബട്ടർ നാനും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. മീൽസ് പറയുമ്പോൾ നമുക്ക് ഒത്തിരി കറികൾ അതിൽ അവൈലബിൾ ആയിരുന്നു. പോരാണ്ട് നമ്മൾ പനീർ മസാലയും ഗോബി മഞ്ചൂരിയനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്ന് കഴിക്കുന്ന മീൽസ് പോലെയോ അതുപോലെയൊന്നും അല്ല, ശരിക്കും വേറൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ശ്രീദേവിയിൽ നിന്ന് തൊട്ടടുത്തായിരുന്നു, നടന്നു പോകുന്ന ഒരു ഡിസ്റ്റൻസിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ ശ്രീദേവി ടെക്സ്റ്റൈലിലോട്ട് ചെന്നു. വളരെ വലിയ ടെക്സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ അകത്ത് സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ബാഗൊക്കെ അവർ ടൈ ചെയ്തിട്ടാണ് അകത്തോട്ട് വിടുക. ഇത് കണ്ടല്ലോ, വളരെ വിശാലമായിട്ടുള്ളൊരു എൻട്രൻസ് ആണ്. ഈ എൻട്രൻസിൽ തന്നെയാണ് വെഡ്ഡിങ് സാരി കളക്ഷൻസ് ഉള്ളത്. അപ്പോൾ അതിൽ സെക്ഷൻ ആയിട്ടാണ് ഓരോ വെഡ്ഡിങ് സാരിയും അവർ വെച്ചിട്ടുള്ളത്. അതിൽ സ്റ്റാർട്ടിങ് കുറഞ്ഞ പ്രൈസ് തൊട്ട് കൂടിയ പ്രൈസ് വരെയുള്ള സെക്ഷനായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും നോ ഡിസ്കൗണ്ട് എന്നുള്ളത്. നമ്മൾ സാധാരണ ഒരു കേരളത്തിൽ ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര % ഡിസ്കൗണ്ട് എന്നുള്ളതുണ്ടാവും. പക്ഷേ ഇവിടെ ഡിസ്കൗണ്ട് ഇല്ല, നോ ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഫൈനലി അത്യാവശ്യം ഒരു പ്രൈസ് വരുന്ന ഒരു സെക്ഷനിലാണ് നമ്മൾ കയറിയത്. ഞാൻ ഓൾറെഡി മൈൻഡിൽ ഒരു കളർ സെറ്റ് ചെയ്തിട്ടാണ് പോയത്. എല്ലാവരെയും പോലെ തന്നെ റെഡാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നൊരു കളറ്. അപ്പോൾ ആ റെഡിൽ തന്നെ വരുന്ന ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള സാരികൾ നോക്കാനായിരുന്നു മെയിനായിട്ട് പോയത്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനില്ല, കാരണം വേറെ കുറേ സാരി എടുത്തിട്ട് കാര്യമില്ല. റെഡിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സാരികളാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഒരു 4 സാരി ചൂസ് ചെയ്തിട്ടുണ്ടാവും. ആ 4 സാരി എല്ലാം തന്നെ നമ്മൾ ഉടുത്ത് ട്രയൽ നോക്കി. അപ്പോൾ ഫസ്റ്റ് സാരി എന്ന് പറയുന്നത് ഒരു പക്ക റെഡ് ഷെയ്ഡിൽ വരുന്നതായിരുന്നു. ഒരു ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ട് ഗോൾഡൻ ഡിസൈൻ കുറച്ച് വലുതായിട്ട് വരുന്ന ഒരു ടൈപ്പായിരുന്നു അത്. ഒരു ബ്രൈറ്റ് റെഡ് സാരി ആയിരുന്നു. മുമ്പ് വെച്ചത് ഒരു ലൈറ്റ് റെഡ് ആണെങ്കിൽ ഇതൊരു ബ്രൈറ്റ് റെഡ് അല്ലെങ്കിൽ ഒരു സിന്ദൂർ റെഡ് എന്ന് പറയും. അത് പോരാണ്ട് നമ്മൾ തൊട്ടിപ്പുറത്തെ സൈഡ് ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള സാരി കൂടി വെച്ച് നോക്കി. ഓറഞ്ച് ഷെയ്ഡ് എനിക്ക് മാച്ച് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എഗെയിൻ നമ്മൾ റെഡിലും അതുപോലെ തന്നെ ഓറഞ്ചിലും വരുന്ന 2 ഡിസൈനിലുള്ള സാരീസാണ് ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ എന്തായാലും ആ ഒരു വലിയ ഡിസൈൻ നമ്മളൊന്നുകൂടി വെച്ച് നോക്കി, അതൊരു ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഈ സാരിയാണ് സെലക്ട് ചെയ്തത്. എൻ്റെ വെഡ്ഡിങ് സാരിയാണ് അത് കാണുന്നത്. അപ്പോൾ നമ്മൾ അതിൽ എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്ര പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലേ, അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യണമല്ലോ. അങ്ങനെ ഫൈനലി എൻ്റെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്കും സിസ്റ്റേഴ്സിനും ഉള്ള സാരി എടുക്കാൻ തൊട്ട് മേലത്തെ ഫ്ലോറിലാണ് പോയത്. അവിടെ താഴത്തെ പോലെ തന്നെ പല റേഞ്ചിലുള്ള 1000 തൊട്ട് 3000 അതിലും മേലെയുള്ള റേഞ്ചിൽ വരുന്ന സാരികൾ ഉണ്ടായിരുന്നു. അതിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാരികൾ അവർ 3 ആളും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ സാരിയും എടുത്ത് ഫൈനലി നമ്മൾ ഇവിടെ നിന്ന് ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ പറഞ്ഞ് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.